നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സർക്കാർ ഗവർണർ പോര് സമവായത്തിലേക്ക് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടേക്കും. മന്ത്രി ആർ ബിന്ദുവിനെ വീട്ടിലെത്തിക്കണ്ട് VC മോഹനൻ കുന്നുമ്മൽ. മന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്ന് VC അമൃത വാർത്തകളോട് പ്രവർത്തിച്ചത് എല്ലാം ചട്ടപ്രകാരമെന്ന് VC. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് VC എത്തിയത് 20 ദിവസങ്ങൾക്ക് ശേഷം. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഉത്തരവാദികൾക്ക് എതിരെ കർശന നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രി തേവലക്കര സ്കൂളും മിഥുന്റെ വീടും സന്ദർശിച്ചു. പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. നടപടി സ്കൂളിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. മിഥുന്റെ സംസ്കാരം നാളെ വൈകിട്ട് വീട്ടുവളപ്പിൽ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ പുതുപ്പള്ളി. ജനമനസ്സറിഞ്ഞ നേതാവെന്ന് രാഹുൽ ഗാന്ധി. ക്രൂരമായ രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നും 2ാം വാർഷിക ദിനത്തിൽ രാഹുൽ ഗാന്ധി. കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽ കൈമാറി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. ലഷ്കർ-ഇ-തൊയ്ബയുടെ നിഴൽ സംഘടനയാണ് TRF എന്നും അമേരിക്ക. TRFുമായി ബന്ധമില്ലെന്ന പാകിസ്ഥാൻ വാദത്തിന് തിരിച്ചടി. ഇന്ത്യ അമേരിക്ക ഭീകരവിരുദ്ധ സഹകരണം ഉറപ്പിക്കുന്ന നടപടിയെന്ന് S ജയശങ്കർ. നിമിഷപ്രിയയുടെ മോചന ശ്രമത്തിന് അവകാശം കുടുംബത്തിന് മാത്രമെന്ന് കേന്ദ്രം. സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് AG. മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്ന് ഹർജിക്കാർ സുപ്രീം കോടതി. കേരള സർവകലാശാല വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. VCയോട് സർവകലാശാലയിൽ എത്താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മോഹൻ കുന്നുമ്മൽ എത്തിയത്. സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയാണ്. സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട്. വേണ്ടിവന്നാൽ ചാൻസലറുമായും ചർച്ച നടത്തും. സ്ഥിരം VC നിയമനത്തിൽ 2 ദിവസത്തിനകം തീരുമാനം അറിയിക്കാമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള കാര്യം. ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ കടുംപിടുത്തം എനിക്ക് അനുഭവപ്പെട്ടില്ല. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയെങ്കിലും കൊണ്ട് കെട്ടാൻ പറ്റിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. മന്ത്രി ആർ ബിന്ദുവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പ്രശ്ന പരിഹാരത്തിന് വഴി തെളിയുന്നുവെന്ന് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലും അമൃത വാർത്തകളോട് പ്രതികരിച്ചു. മന്ത്രിയോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. സിൻഡിക്കേറ്റുമായി മന്ത്രി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായും VC മോഹനൻ കുന്നുമ്മൽ അമൃത വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. പ്രോ ചാൻസലർ ആയിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ എങ്ങനെയാണ്? അങ്ങ് മന്ത്രിയെ നേരിട്ട് കാണുകയോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, കാരണം എത്രയും വേഗം ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കേണ്ടതല്ല. ഇതിൽ അധികാരമുള്ളയാൾ ചാൻസലറാണ്, ഗവർണറാണ്. ചാൻസലർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചാൻസലർ ഇതിൽ ഇടപെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയോ ചെയ്തിരുന്നു അങ്ങ്? അല്ല, മന്ത്രി ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും മന്ത്രിക്കും ഇത് പരിഹരിക്കണമെന്ന് താല്പര്യമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും മന്ത്രിയും ഇതിനകത്ത് ഇടപെടും. കാരണം മന്ത്രിയുമായി ബന്ധപ്പെട്ടവരാണല്ലോ സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ. അപ്പോൾ അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. പരിഹാരം പകുതി കണ്ടു കഴിഞ്ഞു. കാരണം ഇന്നെല്ലാ ഡിഗ്രി കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. സാധാരണ VC വന്നാൽ തടയുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വയ്ക്കുന്ന ആളുകൾക്ക് അവർക്കിന്ന് കാര്യം ബോധ്യം വന്നു. ഒരുപക്ഷെ ആ കുട്ടികൾ മനസ്സിലായിട്ടുണ്ടാവും അവർ വെറുതെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന്, അവർക്കിതിനകത്തൊരു കാര്യവുമില്ല എന്ന്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, തർക്കം ഒത്തുതീർപ്പിലേക്ക് VC മന്ത്രിയെ വീട്ടിലെത്തി കണ്ടു. 3 ആഴ്ചയായി തുടരുന്ന അധികാര വടംവലി.
അവസാനം ഒത്തുതീർപ്പിലേക്ക് എത്തി നിൽക്കുന്നു. അതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സിൻഡിക്കേറ്റുമായി മന്ത്രി സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും VC പറഞ്ഞു, അല്ലേ? തീർച്ചയായും ഗോപിക, അതുതന്നെയാണ്. കാരണം 20 ദിവസത്തിന് ശേഷമാണ് മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തുന്നത്. കാരണം അദ്ദേഹം എത്തിയാൽ അദ്ദേഹത്തെ തടയുമെന്ന രീതിയിൽ വലിയ രീതിയിലാണ് സമരവും മുദ്രാവാക്യവും ഒക്കെ പ്രതിഷേധവും ഒക്കെ ഈ SFI വിദ്യാർത്ഥികൾ, SFI സംഘടനാ പ്രവർത്തകർ ഈ ദിവസം അത്രയും ക്യാമ്പസിന് ചുറ്റും തമ്പടിച്ചിരുന്നത്. വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോഴും സർവകലാശാല ആസ്ഥാനം. അവിടെ രജിസ്ട്രാർ ഒരു ഭാഗത്തും രജിസ്ട്രാറും സിൻഡിക്കേറ്റും ഒരു ഭാഗത്തും, മറുഭാഗത്ത് VC ചാൻസലറായിരിക്കുന്ന ഗവർണർ രാജ്ഭവനും ഒരു ഭാഗത്ത്. ആ രീതിയിൽ നിന്നൊരു തർക്കം എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ ഇതുവരെ. പക്ഷേ അങ്ങനെ പോകുമ്പോൾ രജിസ്ട്രാറായി 2 പേരെ, ഒരാളെ സിൻഡിക്കേറ്റ് നിയമിക്കുന്നു, മറ്റൊരാളെ VC നിയമിക്കുന്നു. 2 പേരും സർവകലാശാലയിൽ വരുന്നു. 2 പേരും രജിസ്ട്രാർ എന്നൊരു കസേരയ്ക്ക് വേണ്ടി, പദവിക്ക് വേണ്ടി അവിടെ വടംവലി കൂടുന്നു. വലിയ രീതിയിൽ തന്നെ ഒരു അധികാര തർക്കവും കസേരകളിൽ നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് കേരള സർവകലാശാലയാണ്, വിദ്യാർത്ഥികളുടെ പഠനവും വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റ് വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ന് മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തെത്തി. പക്ഷേ അദ്ദേഹം എത്തിയത് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സമവായത്തിനുള്ള സാധ്യത തെളിഞ്ഞതോടുകൂടി തന്നെയാണ് അദ്ദേഹം എത്തിയ അദ്ദേഹം അവിടേക്ക് കയറുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഒന്നും തന്നെയും SFI വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അത് കൃത്യമായ നിർദ്ദേശം അവർക്ക് പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിച്ചത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു സമവായത്തിൽ എത്തിയേ മതിയാകൂ. ഈ പ്രശ്നം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ സാധ്യമല്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരാകും എന്തൊക്കെ സംഭവിച്ചാലും പഴി കേൾക്കുക സർക്കാർ തന്നെയാകും. കാരണം ഈ പ്രശ്നത്തിൽ പരിഹരിക്കേണ്ടതും ഇടപെടൽ നടത്തി പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടത് സർക്കാരിൻ്റെയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അവിടെ സർക്കാർ നിശബ്ദമായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനുള്ള നിർദ്ദേശം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഒരു എതിർപ്പ് പ്രതിഷേധ പ്രകടനങ്ങളോ കാര്യമായ രീതിയിൽ ഉണ്ടായില്ല. അദ്ദേഹം വന്നു, അദ്ദേഹം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് താൻ എല്ലാ ഫയലുകളും ഒപ്പിട്ട് വിദ്യാർത്ഥികളുടെയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫയലുകളും ഒപ്പിട്ടതിന് ശേഷമാണ് താൻ മടങ്ങിയത്. അതിനുശേഷം 1 മണിയോടുകൂടിയാണ് അദ്ദേഹം മന്ത്രി ബിന്ദുവിനെ ഔദ്യോഗിക വസതിയായ സാനഡ് വിളിച്ചെന്ന് മന്ത്രിയെ കാണുന്നു. ഇതൊക്കെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. കാരണം അവിടെ ഒരു സമവായം അയയുകയാണ് സർക്കാർ. അങ്ങനെ അരമണിക്കൂറിലധികം VCയുമായി മന്ത്രി ഉന്നത ബിന്ദു കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ഇരുവിഭാഗവും പ്രശ്നങ്ങളൊക്കെ പറയുകയും അവിടെയുണ്ടായ യഥാർത്ഥ വിഷയങ്ങളൊക്കെ മന്ത്രിയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മോഹനൻ കുന്നുമ്മൽ പറയുന്നത്. അതോടുകൂടി മന്ത്രിയോട് കൂടി ഈ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു, എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ആ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് മന്ത്രി ഒരു സിൻഡിക്കേറ്റുമായി മന്ത്രി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും. കാരണം സിൻഡിക്കേറ്റ് നമ്മൾ ഇടതുപക്ഷ അംഗങ്ങളാണ് സിൻഡിക്കേറ്റിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം എതിർ വിഭാഗത്തിൽ നിൽക്കുന്നത്, എതിർ ചേരിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷ സിൻഡിക്കേറ്റാണ്. സ്വാഭാവികമായി മന്ത്രി ഇടപെട്ട് അവരുമായി ചർച്ച നടത്തി ആ പ്രശ്നം പരിഹരിക്കും. അങ്ങനെയെങ്കിൽ ഒരു പരിഹാര ഫോർമുല എന്ന് പറയുന്നത് ഒരുപക്ഷെ രജിസ്ട്രാർ അവധിക്ക് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിന്നീട് പിൻവലിക്കുകയോ ഒക്കെ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്തി ഈ പ്രശ്നം, അതായത് VCക്കായാലും രജിസ്ട്രാർ സിൻഡിക്കേറ്റിനായാലും വലിയ രീതിയിൽ, അതായത് 2 പേരുടെ നിലപാടുകൾ 2 പേരും നിൽക്കുമ്പോൾ ഒരു വലിയ രീതിയിലൊരു വിട്ടുവീഴ്ചയൊന്നുമില്ലാതെ ഇരുവർക്കും സ്വീകാര്യമാകുന്ന ഒരു പ്രശ്ന പരിഹാര ഫോർമുല, അതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ പ്രശ്ന പരിഹാരം ഇരു കൂട്ടർക്കും സ്വീകാര്യമായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മന്ത്രി ബിന്ദുവിൻ്റെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു യോഗവും നടക്കുന്നു എന്നാണ്. അതായത് VC വന്ന് ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിലപാടും കാര്യങ്ങളും ബോധ്യപ്പെടുത്തി അദ്ദേഹം മടങ്ങിയതിന് ശേഷം ഇപ്പോൾ സിൻഡിക്കേറ്റ്, അതായത് മറുഭാഗത്ത് നിൽക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുമായും മന്ത്രി ഇപ്പോൾ ചർച്ച നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാനായി സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. അത് പാർട്ടിയുടെ നിർദ്ദേശവും കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. മറ്റൊന്ന് ഗോപിക സൂചിപ്പിച്ചതുപോലെ ഇവിടെ സിൻഡിക്കേറ്റും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു വിഷയമൊക്കെ പ്രശ്നം പരിഹരിച്ചാലും അതിനപ്പുറത്തേക്ക് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമായിരിക്കുന്നത് രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള, അതായത് മുഖ്യമന്ത്രി ഗവർണർ ആ ഒരു പോര് തന്നെയാണ്. അതിനി വലിയ രീതിയിലൊരു തുറന്ന പോരിലേക്ക് വരാൻ പാടില്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഘട്ടത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ചർച്ച ചെയ്ത് അവിടെയും ഒരു സമവായത്തിലെത്തി രമ്യതയിലെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. അത് സർക്കാരിൻ്റെ ആവശ്യം കൂടിയാണ്. തെരഞ്ഞെടുപ്പിന് വളരെ നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വലിയ പ്രതിഷേധങ്ങൾക്കാണ് കേരള സർവകലാശാല സാക്ഷിയായത്. നമ്മൾ കണ്ടതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും സമരവും എല്ലാം തെരുവോരങ്ങളിൽ. ഈ ഒരു ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതിസന്ധിയിലായതും വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇതൊരു മഞ്ഞുരുകലിന്റെ സൂചന കൂടിയല്ലേ?
ഉറപ്പാണ്. കാരണം മഞ്ഞുരുകൾ തന്നെയാണ്. അതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം, ഒപ്പം പാർട്ടിയുടെ നിർദ്ദേശം കൃത്യമായി ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി VC വീട്ടിലേക്ക്, അദ്ദേഹത്തെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ച് VC-യുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കിയതുമൊക്കെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് VC മോഹനൻ കുന്നുമൽ ഇന്ന് 20 ദിവസങ്ങൾക്ക് ശേഷം തലസ്ഥാനത്ത് അദ്ദേഹം എത്തുകയാണ്. ആസ്ഥാനത്തെത്തി ചുമതലയിൽ അദ്ദേഹത്തിൻ്റെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മുഴുവൻ അദ്ദേഹം ഒപ്പിട്ടതും അദ്ദേഹത്തെ തടയില്ല, അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുമെന്ന കൃത്യമായ ഉറപ്പ് ലഭിക്കുക കൂടി ചെയ്തുകൊണ്ട് തന്നെയാണ് മോഹനൻ കുന്നുമൽ ഇവിടെ വന്നത്. അതായത് കൃത്യമായ ഒരു മഞ്ഞുരുകൾ, ഇനി ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ചർച്ച ചെയ്ത് രമ്യതയിലൂടെ പരിഹരിക്കാൻ തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണ്, അദ്ദേഹം മടങ്ങി വന്നാലുടൻ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ സാധ്യത തള്ളിക്കളയാനാവില്ല. അത് എപ്പോഴാകും ആ ഒരു കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഗോപിക, ശരി. സർക്കാർ ഗവർണർ പോര് സമവായത്തിലേക്ക് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടേക്കും. മന്ത്രി ആർ ബിന്ദുവിനെ വീട്ടിലെത്തി കണ്ട് VC മോഹനൻ കുന്നുമൽ. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അമ്മ സുജ നാളെ നാട്ടിലെത്തും. നാളെ വൈകിട്ടാണ് മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുന്റെ വീട്ടിൽ നിന്നും സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, മന്ത്രിമാർ മിഥുന്റെ വീട്ടിലെത്തിയിരുന്നു. കർശന നടപടി എടുക്കുമെന്നാണ് മന്ത്രി V ശിവൻകുട്ടി കുടുംബത്തിന് നൽകിയ ഉറപ്പും. അപ്പോൾ ഈ പ്രധാന അധ്യാപികയുടെ സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ ഈ ഒരു വിഷയം? തീർച്ചയായും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാര്യം പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ പ്രധാനമായും സ്കൂളിൻ്റെ ഭാഗത്ത് ഒരു അനാസ്ഥയുണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആദ്യ നടപടി എന്ന് വേണം കരുതാൻ. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സസ്പെൻഡ് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്കിലും സസ്പെൻഡ് ചെയ്യും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ മറ്റു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബാക്കി മറ്റാർക്കെങ്കിലും നടപടി ആവശ്യമുണ്ടെങ്കിൽ അതും സ്വീകരിക്കും എന്ന വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ KSEBയുടെ ഭാഗത്തു നിന്ന് KSEB ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ ഉയർന്നിരുന്നു. അത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ KSEBയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് കൂടി എത്തേണ്ടതുണ്ട്. ഒപ്പം പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടും. ഈ 3 റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് അല്പം മുമ്പ് ഇവിടം സന്ദർശിച്ച സ്കൂളും അതുപോലെ തന്നെ ഈ മിഥുൻ്റെ വീടും സന്ദർശിച്ച ശേഷം ബന്ധുക്കൾക്കുമൊക്കെ ഒരു ഉറപ്പായി മന്ത്രി അവർക്ക് നൽകുകയും ചെയ്തത്. അല്പം മുമ്പ് KSEBയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം അത് കൈമാറിയിട്ടുണ്ട്. വീട്ടിലെത്തിയ KSEB അധികൃതർ KSEBയുടെ ഭാഗത്തു നിന്നുള്ള ഒരു 5 ലക്ഷം രൂപ ധനസഹായം വൈദ്യുതി വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ആ തുക അല്പം മുമ്പ് കോവൂർ കുഞ്ഞുമോൻ MLA ആ തുകയുടെ ചെക്ക് വീട്ടിലെത്തി KSEBക്ക് വേണ്ടി കൈമാറിയിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട സ്കൂളിലേക്ക് എത്തും എന്നാണ്, അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ്. കാര്യം AEയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയിരിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഈ സ്കൂളിന് യാതൊരു വിധത്തിലുള്ള ബലക്ഷയങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന തരത്തിലുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് സ്കൂളിന് ലഭിച്ചിരുന്നത്. ഇത്തരം ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ തിരിച്ചറിയുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാനെത്തിയ AEയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നൊരു തരത്തിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി ഇവിടെ എത്തിയ AE എന്ത് അടിസ്ഥാനത്തിലാണ് ഫിറ്റ്നസ് കൊടുത്തത് എന്ന തരത്തിലുള്ള ഒരു ആശങ്കകളും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് മറ്റൊരു വസ്തുത, വർഷങ്ങൾക്ക് മുൻപ് ഇവിടം ഒരു തീപിടുത്തമുണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ ഇവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മളോട് പങ്കുവെക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഓല മേഞ്ഞിരുന്നു കെട്ടിടമായിരുന്നു, ഇവിടെ ഒരു തീപിടുത്തം, വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായി, അത്തരത്തിലൊരു അപകടവും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്നൊരു വാർത്തയും വരുന്നുണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഓർക്കുന്നു? അന്ന് ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ് അല്ലേ? തീപിടുത്തം ഉണ്ടായി. അതായത് എങ്ങനെയാണ് കത്തിയെന്നുള്ളത് അറിയത്തില്ല. നല്ലൊരു കെട്ടിടം, 100 വർഷത്തെ പഴക്കമുള്ള കെട്ടിടം. ഇത് ചൂനാട് കുഞ്ഞമ്പിള്ള ഉൾപ്പെടെ പഠിച്ച സ്കൂളാണിത്. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ്, ഇവിടുത്തെ HM ആയിട്ട് വർഷങ്ങളോളം കൂടി ഇരുന്നിട്ടുള്ള ആളാണ് രാജേന്ദ്രപ്രസാദ് സാറ്. അന്ന് ആ തീപിടുത്തത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങളുടെ ഓർമ്മയിൽ? നമുക്ക് അത്ര വരുന്നില്ല, ഞാൻ അന്ന് സ്ഥലത്തില്ലായിരുന്നു.
സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് അതിനെ പറ്റി കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ കെട്ടിടം നിങ്ങൾ ഇവിടെ പഠിച്ചാണെന്ന് പറയുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പഠിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ കെട്ടിടം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്കൂളിൽ അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കാണുന്നത്. ഒരുപാട് മാറ്റങ്ങളൊന്നും ഈ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. അന്നും ഈ ഇലക്ട്രിക് ലൈൻ ഇതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു അല്ലേ? അതിന് അപ്പുറത്തെ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ്, അവർക്ക് വീടിനോടുള്ള കണക്ഷനാണ് അന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഗേൾസ് ഹൈസ്കൂളിലോട്ട് ഈ ലൈൻ എടുത്തതും. ഇത് അന്ന് 2 ലൈനേ ഉള്ളായിരുന്നു, ഇപ്പോഴാണല്ലോ ഈ 4 ലൈൻ വന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ സന്ദർശിച്ചിരുന്ന പഞ്ചായത്ത് അധികൃതർ പോലും പറഞ്ഞിരുന്നത് 60ഓളം വീടുകളുണ്ട്. ആ 60 വീടുകൾക്ക് വേണ്ടിയുള്ള വൈദ്യുതി ലൈനാണ് ഇതുവഴി കടന്നു പോയിരിക്കുന്ന ഈ 3 ഫേസ് ലൈൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല വാസ്തവം. ഒരു വ്യക്തിയുടെ വീട്ടിലേക്കുള്ള ഒരു ലൈനാണ്. ഒപ്പം തന്നെ തൊട്ടടുത്ത് ഗേൾസ് ഹൈസ്കൂളുണ്ട്, ആ സ്കൂളിലേക്ക് കൂടിയുള്ള വൈദ്യുതി ലൈനായിരുന്നു ഇതുവഴി കടന്നു പോയിരുന്നത്. അപ്പോൾ ഇത് കൃത്യമായ ഒരു ഇതിനകത്ത് വീഴ്ചകൾ ഒരുപാട് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മ, മിഥുൻ്റെ അമ്മ, നാളെ രാവിലെ കേരളത്തിലെത്തും, നാട്ടിലെത്തും. തുടർന്ന് അവർ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള പൊതുദർശനവും മറ്റും സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 മണിയോട് കൂടിയായിരിക്കും പൊതുദർശനം. ശരി, കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നാളെയാണ്. മിഥുന്റെ അമ്മ സുജ നാളെ നാട്ടിലെത്തും. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാൻ ഇടയായ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അലംഭാവമുണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സ്കൂൾ മാനേജ്മെന്റിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതായും 3 ലക്ഷം രൂപ കുടുംബത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അടിയന്തര സഹായമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാൻ ഇടയായ സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. സ്കൂൾ മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കൊല്ലം AEOയ്ക്കും നോട്ടീസ് നൽകി. സ്കൂൾ അധികൃതരുടെ വീഴ്ചകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് നൽകി. ഉത്തരവാദിത്തമില്ലാതെ എന്ത് ചെയ്താലും ശമ്പളം കിട്ടുമെന്ന മനോഭാവമാണ് പലർക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിമർശിച്ചു. കൊല്ലം തേവലക്കരയിൽ 9ാം ക്ലാസ്സുകാരൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത്. സ്കൂൾ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ 9ാമത്തേത് സ്കൂൾ പരിസരത്ത് ഇലക്ട്രിക് ലൈനുകൾ ഉൾപ്പെടെയുണ്ടെങ്കിൽ അടിയന്തരമായി മാറ്റണമെന്നതാണ്. എന്തുകൊണ്ട് ഈ നിർദ്ദേശം സ്കൂൾ അധികൃതർ പാലിച്ചില്ല എന്ന ചോദ്യമുയർത്തിയാണ് ബന്ധപ്പെട്ടവരുടെ നടപടിയിലേക്ക് നീങ്ങിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവർക്ക് സംഭവിച്ച വീഴ്ച ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല യോഗം ചേർന്നാണ് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാം AEO ആൻ്റണി പീറ്ററിനായിരുന്നു DEOയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. അപ്പോൾ അധിക ചുമതല ഉണ്ടായിരുന്ന ആൻ്റണി പീറ്ററിനോടായിരിക്കും വിശദീകരണം ചോദിക്കുന്നത്. ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശദീകരണം ആവശ്യമാണ്. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും. സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കുട്ടിയുടെ കുടുംബത്തിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗം വീട് വെച്ച് നൽകും. ഇളയ കുട്ടിയുടെ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഒഴിവാക്കി പ്രത്യേക ഉത്തരവിറക്കും. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷം രൂപ നൽകും. കൂടുതൽ ധനസഹായം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കും. സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ വീഴ്ച കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. വൈദ്യുതി വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂൾ മാനേജ്മെന്റിനും ഇതിന്റെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ട്. സ്കൂൾ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു എന്നും മുഖ്യമന്ത്രിയോട് അടക്കം ഇത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. KSEBിക്ക് ഉത്തരവാദിത്തമുണ്ട്, സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന്. എങ്ങനെയാണ് ആ കെട്ടിടത്തിന് ക്ലിയറൻസ് കൊടുത്തത്? ലൈൻ തൊട്ട് മുകളിൽ കൂടി പോകുന്നൊരു കെട്ടിടത്തിന് എങ്ങനെ ക്ലിയറൻസ് കൊടുത്തു? എങ്ങനെയാണ് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ മരണത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിൽ സംഘർഷം. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
കഴിഞ്ഞ ദിവസമുണ്ടായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്നും വലിയ പോലീസ് സുരക്ഷയായിരുന്നു സ്കൂളിൽ ഒരുക്കിയത്. സ്കൂളിലെ വലിയ ഗേറ്റ് താഴിട്ട് പൂട്ടിയ പോലീസ് പ്രതിഷേധക്കാരെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. പ്രതിഷേധക്കാരെ സ്കൂളിന് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. BJP യുവമോർച്ച പ്രവർത്തകരായിരുന്നു ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് RYF-ഉം KSU പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം ബാരിക്കേഡ് മറികടന്ന് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ പലപ്പോഴും ശ്രമിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമൃത ന്യൂസ്, കൊല്ലം. വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ABVP ശക്തമായി പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് ABVP നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. കീം പ്രതിസന്ധിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവും ABVP ഉന്നയിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തുക. കീം എൻട്രൻസ് അട്ടിമറിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു രാജിവെക്കുക. സർവകലാശാലകളിലെ ഭരണസ്തംഭനം പരിഹരിക്കുക. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് ABVP സംസ്ഥാന ജനറൽ സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിനെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ മാർച്ച് സംഘർഷഭരിതമായി. ഇതിനിടെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ ബാനർ ഉയർത്തി. വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടിയന്തരമായി വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാൻ ബാലാവകാശ കമ്മീഷൻ നടത്തിയ ചർച്ചയിൽ ധാരണയായി. വിദ്യാഭ്യാസ വകുപ്പിനും പഞ്ചായത്തിനും KSEBിക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ നടപടിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പ്രതികരിച്ചു. സ്കൂളിന്റെ ഈ ഗ്രൗണ്ടിലൂടെയുള്ള ഈ 3 ഫേസ് ലൈൻ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ റിക്വസ്റ്റ് മാനേജ്മെന്റ് KSEBിക്ക് നൽകി. പത്തനംതിട്ട കടമനിട്ടയിൽ സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു. കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 80 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയിൽ നിലം പൊത്തിയത്. തകർന്ന കെട്ടിടത്തിൽ 2 വർഷമായി ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല. ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും പരാതിയുണ്ട്. കേരള സദസ്സിലെ നാട്ടുകാരൊരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പൊളിച്ചു മാറ്റി ഗ്രൗണ്ട് ആക്കണമെന്ന്, ഇതിന്റെ അപകടസ്ഥിതി വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ PT-യും പഞ്ചായത്തും SMC എല്ലാം കൂടി തീരുമാനിച്ചതായിരുന്നു ഇത് പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റിയിട്ടൊരു മനോഹരമായ ഗ്രൗണ്ട് ആക്കണം. സർക്കാരിന്റെ നൂലാമാലകളിൽപ്പെട്ട് എപ്പോഴും താമസം വരികയാണ്. എന്നാൽ കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും ഈ മാസം 28-ന് കെട്ടിടം പൊളിക്കാനുള്ള ലേല നടപടികൾ നടക്കാനിരിക്കുകയാണെന്നും ഹെഡ് മിസ്ട്രസ് ശ്രീലത ടീച്ചർ പറഞ്ഞു. നമ്മുടെ പഴയ ഹയർ സെക്കൻഡറി കെട്ടിടമായിരുന്നു. അത് കുറേ നാളായിട്ട് ജീർണാവസ്ഥയിലായിരുന്നു, അൺഫിറ്റായിരുന്നു. അപ്പോൾ താഴെ പുതിയ കെട്ടിടത്തിലേക്ക് ഹയർ സെക്കൻഡറി മാറിയിരുന്നു. പൊളിക്കാനുള്ള പേപ്പറുകളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അടുത്ത ഒരു 28-ലേക്ക് ലേലം നടത്തത്തക്ക പോലുള്ള നീക്കത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ കെട്ടിടം തകർന്നു വീണത് രാത്രിയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് തകർന്നു വീണ കെട്ടിടത്തിന് സമീപമാണുള്ളത്. ഈ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് കുട്ടികൾ കളിക്കുന്ന സമയം വിശ്രമിക്കുന്നത്. ഈ അപകടം മനസ്സിലാക്കിയാണ് കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും ആവശ്യപ്പെട്ടത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊണ്ടോട്ടി മുണ്ടക്കുളം KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു.
വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സ്ഥലത്ത് ഇപ്പോഴും നേരിയ സംഘർഷാവസ്ഥ തുടരുകയാണ്. മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച ആളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് രാഹുൽ ഗാന്ധി. ഉമ്മൻചാണ്ടി തനിക്ക് ഗുരുവായിരുന്നു. ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ KPCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹത്തിന്റെ നേർക്കാഴ്ചയായി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചത്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. 10 മണിയോടെ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് പള്ളി മൈതാനത്ത് നടന്ന അനുസ്മരണ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയോളം വലിയ വേറൊരാളില്ല എന്ന് താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതായ വ്യക്തിയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവർ വളർന്നു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം വളരെ ക്രൂരമായ രാഷ്ട്രീയ ആക്രമണം നേരിട്ടു. വിനയത്തോടെ ലാളിത്യത്തോടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി തനിക്ക് ഗുരുവായിരുന്നു. RSSനെയും CPMനെയും ആശയപരമായി എതിർക്കുന്നതിന് കാരണം അവർ ജനങ്ങളുടെ വികാരങ്ങൾ മാനിക്കുന്നില്ല എന്നതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. In my 21 years of political life, one of the masters of politics of feeling was Ummenshandy ji. I literally saw him. And maybe a lot of people in Kerala will not understand this because they did not see him from inside. I literally saw him kill himself for the people of Kerala. ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി KPCC ആരംഭിക്കുന്ന സ്മൃതിതരംഗം ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 11 വീടുകളുടെ താക്കോൽദാനവും ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന 2ാമത്തെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന മീനടം സ്പോർട്സ് ടർഫിന്റെ നിർമ്മാണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ, KC വേണുഗോപാൽ MP, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സ്വാമി വീരേശ്വരാനന്ദ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല, KPCC ഭാരവാഹികൾ, ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൂക്കളർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നതിനും അനുസ്മരണത്തിൽ പങ്കെടുക്കാനുമായി ആയിരങ്ങളാണ് പുതുപ്പള്ളിയിലേക്ക് എത്തിയത്. അമൃത ന്യൂസ്, കോട്ടയം. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ ഗാന്ധി MP. ആന്റണിയുടെ തിരുവനന്തപുരം വഴുതക്കാട്ടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറിയ AK ആന്റണി വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. കോട്ടയത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അന്തരിച്ച മുൻ KPCC അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നെട്ടയത്തെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെയും രാഹുൽ ഗാന്ധി കണ്ടു. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ഡൽഹിക്ക് മടങ്ങി. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രത വേണമെന്ന് ഭരണകൂടവും അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട്. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം. വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിനും തെക്കു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴിയുമുണ്ട്. ജൂലൈ 24 ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയുണ്ടായേക്കും. ജൂലൈ 20 വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അമേരിക്ക. ലഷ്കർ-ഇ-തൊയ്ബയുടെ നിഴൽ സംഘടനയാണ് TRF എന്ന് അമേരിക്ക പറഞ്ഞു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ് നടപടി.
പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസമാണ് പ്രസ്താവന പുറത്തിറക്കിയത്. പാകിസ്ഥാൻ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുടെ ഉപസംഘടനയാണ് TRF. പഹൽഗാമിൽ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിരുന്നു. ഭീകരവിരുദ്ധതയിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടിയെന്നും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. IS അടക്കമുള്ള ഭീകര സംഘടനകൾ ഉൾപ്പെടുന്ന പട്ടികയിലേക്കാണ് TRFനെയും ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ 219 പ്രകാരമാണ് നടപടി. ഭേദഗതികൾ ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഔദ്യോഗികമായി TRFും വരും. US ദേശീയ സുരക്ഷയെ കരുതിയും ഭീകരവാദത്തെ ചെറുക്കാനും പഹൽഗാം ആക്രമണത്തിന് ശേഷം ട്രംപ് നടത്തിയ നീതിക്കായുള്ള ആഹ്വാനം നടപ്പാക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കി. ശശി തരൂർ MPയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘത്തെ ഇന്ത്യ US-ലേക്ക് അയച്ചിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ക്വാഡ് ഉച്ചകോടിക്കായി US സന്ദർശിച്ചു. വിദേശകാര്യ സെക്രട്ടറിയും US-ലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ നടപടി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിരന്തരമായ രാജ്യാന്തര ശ്രമങ്ങൾ ഫലം കാണുന്നതാണ് ഈ സുപ്രധാന നീക്കം. ഏപ്രിൽ 22-ന് രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മോചന ചർച്ചകൾ നടത്താൻ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്നും കേന്ദ്രം അഭിപ്രായപ്പെട്ടു. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. ഈ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. മധ്യസ്ഥ സംഘത്തിലെ 2 പേർ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും 2 പേർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘത്തിൽപ്പെട്ടവരും ആയിരിക്കണമെന്നും ആവശ്യമുയർന്നു. ഞങ്ങൾ സർക്കാരുമായി ഏറ്റുമുട്ടലിലല്ല ഞങ്ങൾ പോകുന്നത്. സർക്കാരിന്റെ കൂടി പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സർക്കാരിനോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ തന്നെ വെച്ചിരിക്കുന്നതിനകത്ത് സർക്കാരിന്റെ 2 പ്രതിനിധികൾ കൂടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മർക്കസ് ആയാലും പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആയാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹർജിക്കാർക്ക് യമനിൽ പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകാമെന്നും കേന്ദ്രം ഈ അപേക്ഷ പരിഗണിക്കട്ടെ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ അമ്മ യമനിൽ ഉണ്ടല്ലോ എന്നും സുപ്രീം കോടതി ഹർജിക്കാരോട് പറഞ്ഞു. എന്നാൽ മോചന ചർച്ചകൾ നടത്താൻ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്ന് കേന്ദ്രം അഭിപ്രായപ്പെട്ടു. കുടുംബത്തിന് പുറമെ പവർ ഓഫ് അറ്റോർണിക്കും ചർച്ച നടത്താം. ഇവർക്ക് എല്ലാവിധ സഹായവും സർക്കാർ നൽകുന്നുണ്ട്. വധശിക്ഷ നീട്ടിവച്ചിരിക്കുകയാണെന്നും പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. വധശിക്ഷ നീട്ടിവെക്കാൻ സഹായിച്ചതിൽ കേന്ദ്ര സർക്കാരിനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും നന്ദി പറയുന്നതായും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വെഞ്ഞാറമൂട്ടിലെ ഫ്ലോർ മില്ലിലെ ബെൽറ്റിൽ കുരുങ്ങി കഴുത്തറ്റ് യുവതിക്ക് ദാരുണാന്ത്യം. മില്ലിലെ ജീവനക്കാരിയും പുളിമാത്ത് സ്വദേശിയുമായ ബീനയാണ് മരിച്ചത്. വെഞ്ഞാറമൂട് നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ അരൂടിയിൽ മില്ലിലാണ് വൈകിട്ട് 4 മണിയോടെ അപകടം സംഭവിച്ചത്. മില്ലിൽ ജോലി ചെയ്യുന്നതിനിടെ കഴുത്തിലെ ഷോള് മെഷീനിന്റെ ബെൽറ്റിൽ കുടുങ്ങി കഴുത്തറ്റാണ് ജീവഹാനി ഉണ്ടായത്.